വിൽസൺ ഓൺലൈനിലേക്ക് സ്വാഗതം. ഞാൻ ഷെഫി പാഞ്ഞാൾ. സെൽട്ടോസ് നോക്കുന്നവരാണെങ്കിൽ ഏറ്റവും വാല്യൂ ഫോർ മണി, നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ HTK+ എന്ന വാഹനമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കിയ എന്ന ബ്രാൻഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഫീച്ചർ ലോഡായിട്ടുള്ള വാഹനങ്ങളാണ് അവർ തരിക എന്നുള്ളത്. അപ്പോൾ കിയ എന്നൊരു വാഹനം എടുക്കുന്ന സമയത്ത് ഫീച്ചറില്ലാത്ത വണ്ടിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ഒരു വാഹനത്തിൽ ഇന്നതൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും ഒരുപോലെ തന്നിട്ടുള്ള ഒരു വേരിയൻ്റാണ് കിയ സെൽട്ടോസിന്റെ HTK+ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എഞ്ചിൻ വേരിയൻസും നമുക്ക് പെട്രോളിന്റെ മാനുവലായിട്ടും ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടും, ഡീസലും മാനുവലായിട്ടും ഓട്ടോമാറ്റിക് ആയിട്ടും കിട്ടും. അപ്പോൾ ഏത് ഉപയോഗമുള്ള ആളുകൾക്കും പരിഗണിക്കുക കഴിയുന്ന ഒരു വേരിയന്റ് കൂടിയാണ് എന്ന് പറയാം. 14 ലക്ഷം രൂപയിലാണ് നമുക്ക് ഇതിന്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വിലയിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് പതിവ് പോലെ മുൻവർഷം തന്നെ നോക്കാം. പ്രധാനമായിട്ട് നമുക്ക് ഹെഡ് ലാമ്പ്, അതായത് DRL കാര്യങ്ങൾ വന്നിട്ടുണ്ട്. മുകളിൽ നമുക്ക് ഇൻഡിക്കേറ്റർ, ഒരു പ്രൊജക്ട് സെറ്റപ്പാണ് വന്നിട്ടുള്ളത്. അതുപോലെ താഴേക്ക് വന്നാൽ ഫോഗ് ലാമ്പ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. ഒരു കുറവ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രില്ല് ഗ്ലോസി ബ്ലാക്ക് അല്ല, ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ഗ്ലോസി ആവുന്നുണ്ട്. അത് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് പറയാം. ഇതും ഭംഗിയുണ്ട് എന്ന് പറയാം. അതുപോലെ ഇവിടെ നമുക്കൊരു പാനലാണ് കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ ടോപ്പ് വേരിയന്റിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് ഒരു DRL ഇതുവരെ എത്തി നിൽക്കും എന്നുള്ളതൊക്കെയാണ് അവിടെ വരുന്ന ചേഞ്ച്. എന്നാൽ പോലും നിങ്ങളിപ്പോൾ ഒരു ഫുള്ളായി വണ്ടി ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് അത്യാവശ്യം റിച്ച് ഫീല് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും ഒത്തിണങ്ങി വന്നുള്ള ഒരു വേരിയന്റ് ആണ് എന്ന് പറയാം. അവിടെ നിന്ന് വശങ്ങളിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമ്മുടെ കണ്ടുപോകുന്ന ഇവിടെ അലോയ്സ് ഉണ്ടോ എന്നുള്ളതല്ലേ. സ്വാഭാവികമായിട്ടും അലോയ്സ് തന്നിട്ടുണ്ട്. 16 ഇഞ്ചാണ്, 205/65 പ്രൊഫൈലുള്ള 16 ഇഞ്ച് വീല്. അലോയ് വീൽസും നമുക്ക് ഇൻക്ലൂഡഡ് ആണ്. ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ അലോയുടെ ഡിസൈൻ ചെറുതായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും അലോയ്സും ഈ ഒരു വേരിയന്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയാം. പിന്നെ ORM നമുക്ക് ഇൻഡിക്കേറ്റർ ഇന്റഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ORMs നമുക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു ഫീച്ചർ HTK+ ഒരു പുതിയ ബഡാസ് 2.0 വന്നപ്പോൾ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നത് പാനോറമിക് റൂഫാണ്. അത് തിരിച്ച് നമുക്ക് ഈ ഒരു 14 ലക്ഷം രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെൽട്ടോസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ പാനോറമിക് റൂഫ് നമുക്ക് ഇനി മുതൽ HTK+ ലഭിക്കും. റൂഫ് റെയിൽസ് കാണാം, അതുപോലെ ഷാർക്ക് ഫിൻ ആൻറ്റിന, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വേരിയന്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ വേരിയന്റിലും, അതായത് സെൽട്ടോസ് നിങ്ങൾ HTE എന്ന് പറയുന്ന ബേസ് വേരിയന്റ് മുതൽ അങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 4 വീലിലും ഡിസ്ക് ബ്രേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വേരിയന്റിലും ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അത്തരത്തിൽ മുൻവശം സൈഡും ഏത് രീതിയിൽ നോക്കിയാലും നമുക്ക് ഫുള്ളി ലോഡറായിട്ട് തോന്നില്ലേ. ഇതേ അവസ്ഥയാണ് നമുക്ക് റിയറിലും കാണാനായിട്ട് സാധിക്കുക. റിയറിലേക്ക് വന്നാൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഈ ഒരു കണക്റ്റിംഗ് ടൈപ്പ് ലൈറ്റ് ആണ്. ഇത് നമ്മുടെ പുതിയ സെൽട്ടോസ് വന്ന സമയത്ത് അട്രാക്റ്റീവ് ഉള്ള ഒരു സാധനമാണ്. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു വേരിയന്റിലാണ് എന്ന് പറയാം. അതുപോലെ തന്നെ ഡീഫോഗർ ഉണ്ട്, വൈപ്പർ ഉണ്ട്, ഐമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് ഉണ്ട്, അതുപോലെ റിയർ വ്യൂ ക്യാമറ, ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ക്യാമറ കാണാൻ സാധിക്കും. പാർക്കിംഗ് സെൻസേഴ്സ്. ഇനി ഇതിന്റെ പുറകിൽ, ഒരു വാഹനത്തിന്റെ പുറകിൽ നമുക്ക് എന്തെങ്കിലും ഫീച്ചേഴ്സ് ഇനി ആഡ് ചെയ്യണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. വേണമെങ്കിൽ നമുക്കൊരു സ്പോയിലർ വെക്കാം, അത് നമുക്ക് GT-യിലാണ് കിട്ടുന്നുള്ളൂ. വേറെ നമുക്ക് ഫീച്ചേഴ്സ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇനി ചേർക്കാണ്ടോ വെച്ചാൽ ഒന്നുമില്ല, അത്രയും ലോഡർ ആയിട്ടുള്ള ഒരു വാഹനമാണ്. അതുപോലെ ബൂട്ട് സ്പേസ്, നമ്മൾ ഈ ഒരു സെഗ്മെന്റിലേക്ക് ആഗ്രഹിക്കുന്ന തരത്തിൽ നമുക്ക് 433 ലിറ്ററിന്റെ ഒരു ബൂട്ട് സ്പേസ്, ഹ്യൂജ് ആയിട്ടുള്ള ഒരു സ്പേസും വന്നിട്ടുണ്ട് എന്ന് പറയാം. പാർസൽ ട്രേ നമുക്ക് ലഭിക്കുന്നില്ല കേട്ടോ, അത് നമുക്ക് എക്സ്ട്രാ ഷോറൂം ഒന്ന് വാങ്ങി വെക്കാവുന്നതൊക്കെ ഇതിന് മുകളിലേക്ക് പോകുന്ന വേരിയന്റിലാണ് ലഭിക്കുക. പക്ഷേ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്താ പറയുക, കിയയുടെ കാര്യത്തിൽ നമുക്ക് ഫുൾ സൈസ് ആണ് സ്പെയർ വീൽ എന്നുള്ളത്. 205/65 പ്രൊഫൈലുള്ള 16 ഇഞ്ച്. അതായത് കോസ്റ്റ് കട്ടിങ്ങിനൊക്കെ വേണ്ടി പല ബ്രാൻഡുകളും പല മോഡൽസും നമുക്ക് സ്പെയർ വീല് ചെറിയ സൈസ് തരാം. അത് നമ്മുടെ കിയ തുടക്കം മുതൽ ഞാൻ വന്നപ്പോൾ ഒരു ശ്രദ്ധിക്കുന്നതാണ്. അവർ ആദ്യത്തെ കിയ സെൽട്ടോസ് എടുത്ത ആളുകൾ നിങ്ങളുടെ സ്പെയർ വീൽ ചെക്ക് ചെയ്തോ ഫുൾ സൈസ് ആയിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അത് അടിപൊളി കാര്യമാണ്. അപ്പോൾ അതിനൊരു ലേക്ക് കേക്ക് കൊടുക്കുകയാണ്. പിന്നെ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് 60/40 സ്പ്ലിറ്റ് സീറ്റ് നമുക്ക് ലഭിക്കുന്നില്ല, ഒറ്റ പീസായിട്ട് നമുക്ക് മടക്കി വെക്കാവുന്ന ഒരു രൂപത്തിലാണ് ലഭിക്കുന്നത്. അപ്പോൾ ബൂട്ട് സ്പേസ് ഇഷ്ടം പോലെ ആവുമെന്ന് പറയാം. അവരൊരു ബൂട്ട് ലാമ്പും കൊടുത്തിട്ടുണ്ട്. പാർസൽ ട്രേയുടെ ഒരു കുറവ് മാത്രമേ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഫീൽ ചെയ്യുന്നുള്ളൂ എന്ന് പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വാഹനത്തിൽ മൊത്തം ചുറ്റി നടന്ന് കാണുമ്പോൾ നമുക്ക് പറയാനുള്ളത് അല്ലേ. നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കും അതൊക്കെ നമുക്ക് പുറത്ത് കാണാനുണ്ട്. ഒന്നും ഒരു കുറവ്, അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി എടുത്തതിന് ശേഷം പുറത്തു കൊണ്ടോ ആക്സിഡന്റ് എന്തെങ്കിലും ചെയ്യുക, അങ്ങനത്തെ ഒരു പരിപാടിയെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. ഈ ഒരു വിലയിൽ നമുക്ക് എല്ലാം വന്നിട്ടുണ്ട്. ഉള്ളിലും അതുപോലെയാണോ നോക്കണ്ടേ. അതുതന്നെ റിയറിൽ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സ്റ്റാൻഡേർഡ് ആയിട്ട് സൺഷെയ്ഡ് കർട്ടൻസ് ലഭിക്കും. അതായത് ബേസ് വേരിയന്റ് എടുത്താൽ പോലെ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ കിട്ടുന്നുണ്ട്. അതുപോലെ 4 പവർ വിൻഡോസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡോറിലായിട്ട് കാണാം. അതായത് ഈ ഒരു വേരിയന്റിൽ നമുക്ക് 8 ടച്ച് സ്ക്രീനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 സ്പീക്കറും അതിനോടൊപ്പം വരുന്നുണ്ട്. ഇൻസൈഡ് ഡോർ ഹാൻഡിൽസിനൊക്കെ ഒരു സിൽവർ ഫിനിഷ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയയും ഒക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇനി അകത്തേക്ക് കയറി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പേസിന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. സെൽട്ടോസ് എന്ന് പറഞ്ഞാൽ ഒരു മിഡ് സൈസ് SUV സെഗ്മെന്റിൽ വരുന്ന ഒരു വാഹനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ നമുക്ക് ലെഗ് റൂം, നീ റൂം, തൈ സപ്പോർട്ട്, ഹെഡ് റൂം
ഒന്നിനെ കുറിച്ച് ഒരു പരാതിയും പറയാനില്ല കേട്ടോ. അടിപൊളി ഒരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇന്റീരിയർ അല്ലെങ്കിൽ റിയർ സീറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം. ഒരു ഫാബ്രിക്കാണ് നമുക്ക് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. അതിന് മുകളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ലെതറൊക്കെ ആവുന്നത് കേട്ടോ. ബേസ് വരുന്ന മുതൽ ഈ ഒരു HDK+ വരെ നമുക്ക് ഇത്തരത്തിലൊരു ഫാബ്രിക് പോൾസ്റ്ററി കാര്യങ്ങളൊക്കെയാണ് ലഭിക്കുന്നത്. റിയർ AC വെന്റ് കാണാം. അതുപോലെ തന്നെ 2 C ടൈപ്പ് ചാർജിംഗ് പോർട്ട്, നമ്മുടെ ഗാഡ്ജറ്റ്സ് എന്തെങ്കിലുമൊക്കെ ചാർജ് ചെയ്യുന്ന സമയത്ത് വെക്കാനുള്ള ഒരു സ്പേസ് ഒക്കെ. ഇത് ഈ ഒരു യൂണിറ്റ് മൊത്തം നമുക്ക് ബേസ് വേരിയന്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് റിയർ AC വെന്റ് ഒക്കെ നമുക്ക് ബേസ് വേരിയന്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത്തരത്തിൽ പുറകിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഈവൻ മാപ്പ് ലാമ്പ് വരെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ നമുക്ക് എന്താ കിട്ടാത്തതെന്ന് അറിയാം, നമുക്ക് പാനോമിക് റൂഫ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് പാനോമിക് റൂഫ് ആകുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത പുറകിലിരിക്കുന്നവർക്കും അതിൻ്റെ ഒരു ഫീൽ അനുഭവിക്കാം എന്നുള്ളതാണ്. ഒന്നുകൂടി പ്രസ് ചെയ്യട്ടെ. അതെ, നമുക്ക് സൺ റൂഫ് പോലെയല്ല, എൻ്റെ തലയുടെയും പുറകിൽ വരെ എത്തി നിൽക്കുന്ന രൂപത്തിലാണ് ഇത് ഓപ്പൺ ആവും. അത്രയും ഹ്യൂജ് ആയിട്ടുള്ളൊരു പാനോമിക് റൂഫാണ് വന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ ആസ്വദിച്ചുകൊണ്ട് ഫ്രണ്ടിലിരിക്കുന്നവർക്ക് മാത്രമല്ല പുറകിലിരിക്കുന്നവർക്കും യാത്ര ചെയ്യാമെന്നുള്ളൊരു ഫെസിലിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇനി ഡ്രൈവർ സൈഡ് എന്തൊക്കെയാണെന്നുള്ള അറിയണ്ടേ. ഇപ്പോൾ HDK+ എടുക്കുന്നവർക്ക് കിട്ടുന്ന കീ ആണ് നമ്മുടെ സെൽട്ടോസിൻ്റെ സ്മാർട്ട് കീ ആണ് നമുക്ക് ലഭിക്കുന്നത്. EV6 കാണുന്ന രൂപത്തിലുള്ള ഒരു പ്രീമിയം കീ വരുന്നുണ്ട്. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ്, ലോക്ക്, അൺലോക്ക്, അതുപോലെ തന്നെ നമ്മുടെ ബൂട്ട് ഓപ്പൺ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഹോൾഡ് എന്നുള്ളൊരു ബട്ടൺ കാണാം. അത് വെച്ച് നമുക്ക് റിമോട്ടിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം നല്ല ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ AC ഇട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഈവൻ മാനുവൽ ആണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഫീച്ചർ വരുന്നുണ്ട്. നമ്മൾ 2 വട്ടം ഈ ഒരു ലോക്ക് ബട്ടൺ പ്രസ് ചെയ്യുക, അതിനുശേഷം ഈ ഒരു ഹോൾഡ് ബട്ടൺ 3 സെക്കൻഡ് പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ 3 തവണ ബ്ലിങ്ക് ചെയ്യും. അതിനുശേഷം വണ്ടി സ്റ്റാർട്ട് ആവുന്നത് കാണാം. വണ്ടി റിമോട്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റിമോട്ട് ഉപയോഗിച്ച് നമുക്ക് വണ്ടി ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഉള്ളിൽ കയറേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഹോൾഡ് ബട്ടൺ ഒന്നുകൂടി പ്രസ് ചെയ്ത് പിടിച്ചാൽ വണ്ടി ഓഫ് ആയിട്ടുണ്ടാവും. അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കീ നമ്മുടെ പോക്കറ്റിൽ ഉണ്ടായാൽ നമ്മൾ എടുത്ത് കയ്യിൽ പിടിക്കൊന്നും വേണ്ട. ഈ ഒരു അസിസ്റ്റീവ് ബട്ടൺ പ്രസ് ചെയ്താൽ വാഹനം അൺലോക്ക് ആവും. അതുപോലെ ലോക്ക് ചെയ്യാനും ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി എന്നുള്ളതാണ്. അതിനുശേഷം വാഹനത്തിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കിത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നുണ്ട്. അത് പ്രസ് ചെയ്ത് നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചുകൊണ്ടാകും. അതായത് കീ നമ്മുടെ പോക്കറ്റിൽ വെച്ചാൽ മതി, വേറെ അത് പുറത്തെടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് ആ ഒരു ഫീച്ചർ വന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് ആഗ്രഹിക്കുന്നതാണ് ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ വണ്ടി എടുക്കുന്നത്. അതൊക്കെ നമുക്ക് HDK+ ലഭിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, HDK എടുത്താലും നമുക്ക് ഈ ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ റിമോട്ട് പരിപാടികളൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഡോറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 4 പവർ വിൻഡോയുടെ കൺട്രോൾസ് കാണാം. അതുപോലെ തന്നെ ലോക്ക് അൺലോക്കിന്റെ ബട്ടൺ, ORMന്റെ ഇലക്ട്രിക് അഡ്ജസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ ഡ്രൈവർ സൈഡ് നമുക്ക് 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു പ്രസ് തന്നെ ഫുൾ റോൾ ഡൗൺ ആവും. ഒറ്റ പ്രസ്സിൽ നമുക്ക് റോൾ അപ്പ് ആവുകയും ചെയ്യും. അതുപോലെ ഫുൾ ബ്ലാക്ക് ആണ് നമുക്ക് ഇന്റീരിയർ തീം വന്നത്. ഡോർ പാഡ് കാണുന്ന പോലെ തന്നെ. അതുപോലെ ഡാഷ്ബോർഡിൽ നോക്കി കഴിഞ്ഞാൽ കുറച്ചൊരു ഗ്രേ ഫിനിഷ് ടെക്സ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഒരുപാട് നമ്മളൊരു GT അല്ലെങ്കിൽ X-Line ഒക്കെ കാണുന്ന ഒരു റിച്ച് ഫീൽ ഇല്ല. നമുക്കൊരു ബേസിക് രീതിയാണ് കാഴ്ചയിൽ തോന്നുമെന്നുള്ളൂ. പക്ഷേ ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല. നിങ്ങൾ കാണുന്ന പോലെ ഒരു ഡീ കട്ട് സ്റ്റിയറിംഗ് വീലാണ്. നമുക്ക് ലെതർ റാപ്പ് ഫിനിഷ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് MIDയുടെ കൺട്രോൾസ് ആണ് വന്നിട്ടുള്ളത്. നമുക്ക് MIDയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. അതുപോലെ തൊട്ടപ്പുറത്ത് നമുക്ക് ക്രൂയിസ് കൺട്രോൾ കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ മൊത്തം മീഡിയയുടെ കൺട്രോൾസ് ആണ്. ആ ഒരു ടച്ച് സ്ക്രീനിന്റെ നമ്മൾ വോളിയം ബട്ടൺ അതുപോലത്തെ കാര്യങ്ങൾ, കോൾ അറ്റൻഡ് ചെയ്യുക കാര്യങ്ങളൊക്കെയാണ്. സെൽട്ടോസ് എന്നുള്ളൊരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അതുപോലെ ഡീ കട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് അത്യാവശ്യം സ്പോർട്ടി ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും കേട്ടോ. അടിപൊളിയാണ്. കാരണം ഇനി ഓട്ടോമാറ്റിക് എടുക്കുന്നവർക്കാണെങ്കിൽ പാഡിൽ ഷിഫ്റ്റേഴ്സ് കൂടി ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു പ്രീമിയം ഫീൽ നമുക്ക് ഒരു സ്റ്റിയറിംഗ് വീൽ ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ ലഭിക്കുന്നുണ്ട്. അതുപോലെ ടിൽറ്റ് സ്റ്റിയറിംഗ് ആണ് വന്നിട്ടുള്ളത്. ഈ ഭാഗത്ത് നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് കാണാം. ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഈ സൈഡിൽ നമ്മുടെ വൈപ്പറിൻ്റെ കൺട്രോൾസ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 8 ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കൊരു ഒറ്റ യൂണിറ്റ് ആയിട്ട് തോന്നുന്ന രൂപത്തിലുള്ളൊരു പാനൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് മനോഹരമായിട്ടാണത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൽ DRM കാര്യങ്ങൾ, അതുപോലെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് റിയർ വ്യൂ ക്യാമറയുടെ ഒരു ക്വാളിറ്റി ഒന്ന് നോക്കുകയാണെങ്കിൽ ഈ രൂപത്തിലാണ്. കാരണം ക്യാമറ ക്വാളിറ്റി ഒന്നും ഒരു കോംപ്രമൈസും ചെയ്യാത്തൊരു കാര്യമാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി നമുക്ക് ഈ ഒരു വേരിയന്റ് തന്നെ ലഭിക്കുന്നുണ്ട്. താഴേക്ക് വന്നാൽ നമ്മുടെ AC വെൻസ്, അതുപോലെ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഈ ഒരു വേരിയന്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ഒക്കെ ആവുന്നുണ്ട് കേട്ടോ. അവിടെ താഴേക്ക് വന്നാൽ സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളൊക്കെയാണ്. ഒരു C ടൈപ്പ് ചാർജിംഗ് പോർട്ട്, USB പോർട്ട്, 12 വോൾട്ടിന്റെ ചാർജ് സോക്കറ്റ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ഒരു പെട്രോൾ മാനുവലാണ്. അപ്പോൾ അതിൻ്റെ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ്റെ ഗിയർ ലിവർ കാണാം. ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ, ഓൺ ഓഫിൻ്റെ ഒരു ബട്ടൺ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹാൻഡ് ബ്രേക്ക്, അതുപോലെ കപ്പ് ഹോൾഡേഴ്സ്, ആംറസ്റ്റിൻ്റെ ഇവിടെയൊക്കെ നമുക്കൊരു സോഫ്റ്റ് ടച്ച് ആണ് വന്നിട്ടുള്ളത്. ഹാർഡ് ഏരിയ കാര്യങ്ങളൊന്നുമല്ല. അതിന് താഴെയായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഒരുവിധം വേണ്ട നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. മാനുവലി ഡിം ചെയ്യാൻ കഴിയുന്ന IRMs വന്നിട്ടുണ്ട്. സൺഗ്ലാസ് ഹോൾഡർ വന്നിട്ടുണ്ട്. LED ലൈറ്റ്സ് നമുക്ക് ഉള്ളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളൊരു ഫീച്ചറാണ്. അതായത് നമുക്ക് മാപ്പ് ലാമ്പൊക്കെ LED ആവുന്നതൊക്കെ ഇപ്പോൾ ഒരു പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട്. കാരണം ആ ഒരു സൺറൂഫും ആ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ വന്നിട്ടുള്ളൊരു ഫീച്ചറാണ് ഈ ഒരു LED മാപ്പ് ലാമ്പൊക്കെ. അപ്പോൾ അത്യാവശ്യം എന്തൊക്കെ നമ്മൾ ആഗ്രഹിക്കും അതെല്ലാം നമുക്ക് ഫീച്ചേഴ്സ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഇനി സേഫ്റ്റിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അറിയേണ്ടി വരാം.
സേഫ്റ്റിയുടെ കാര്യം നോക്കും. സേഫ്റ്റിയിൽ നമുക്ക് HDK+ എന്ന ഫുൾ ഓപ്ഷൻ എന്നുള്ള വേർതിരിവ് ഒന്നും കൊടുത്തില്ല. ബേസിക് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും, അതായത് 6 എയർ ബാഗ്, ABS, EBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെന്റ്, എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ, നമുക്ക് ടയർ പ്രഷർ മോണിറ്ററിംഗ് തുടങ്ങിയിട്ട് എന്തൊക്കെയാണോ സേഫ്റ്റി ഫീച്ചേഴ്സ് കൊടുക്കാൻ സാധിക്കുക അതൊക്കെ ബേസ് വേരിയന്റ് ആയിട്ടുള്ള HTE മുതൽ അങ്ങോട്ട് സെൽറ്റോസിന് കിയ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു വേരിയന്റ് എടുക്കുമ്പോഴും ലഭിക്കുന്നുണ്ട്. എഞ്ചിന്റെ കാര്യം ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ കാണുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ് എന്നുള്ളത് നമുക്കിത് മാനുവലായിട്ടും ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടുന്നുണ്ട്. ഏകദേശം 115 PS 144 Nm ടോർക്കാണ് നമുക്ക് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ. ഇനി ഡീസൽ എഞ്ചിനിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 116 PS അതുപോലെ തന്നെ 250 Nm ടോർക്കായിട്ട് അതിന്റെ പവർ ഫിഗേഴ്സ് മാറും. 1.5 ലിറ്റർ തന്നെയാണ് കേട്ടോ വരുന്നത്. ഡീസലാകുമ്പോൾ നമുക്ക് ടർബോ എഞ്ചിനാണ് വരിക. പെട്രോൾ ആകുമ്പോൾ നമുക്ക് നാച്ചുറലി ആസ്പിറേറ്റർ ആണ്. ടർബോ എഞ്ചിൻ നമുക്ക് ഈ ഒരു വേരിയന്റിൽ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഡീസൽ മാനുവൽ നമുക്ക് ഉണ്ടായിരുന്നില്ല. IMT ആയിരുന്നു കൂടുതലും നമ്മുടെ സെൽറ്റോസിൽ വന്നിരുന്നെങ്കിൽ അതും തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ കിയ. അതായത് ഡീസൽ മാനുവൽ ആഗ്രഹിക്കുന്നവർക്കും അപ്പോൾ ഇനി സെൽറ്റോസ് പരിഗണിക്കാം എന്ന് പറയാം. 15,54,000 ഒക്കെയാണ് കേട്ടോ നമുക്ക് ഡീസലിന്റെ വില വരുന്നത്. നമ്മുടെ പെട്രോളിനും ഞാൻ പറഞ്ഞു 14 ലക്ഷമാണ്. അപ്പോൾ ഒരു 1.5 ലക്ഷം രൂപ നമുക്ക് കൂടുതൽ ഡീസലിന് വരും. അവർ ഓട്ടോമാറ്റിക് നോക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ മാനുവൽ ഓട്ടോമാറ്റിക് തമ്മിലൊരു പ്രൈസ് ഡിഫറൻസ് പറഞ്ഞാൽ ഏകദേശം 1,60,000 രൂപയ്ക്കാണ്. അപ്പോൾ നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് എടുക്കാം. പെർഫോമൻസ് ഏത് രൂപത്തിൽ വേണം, അതുപോലെ മൈലേജ് ഏത് രൂപത്തിൽ വേണം, അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നുള്ളൂ. അപ്പോൾ വാഹനം ഒന്ന് നേരിട്ട് കാണാനും ഒന്ന് ഓടിച്ചു നോക്കി എനിക്ക് പറ്റുന്നൊരു വാഹനമാണോ എന്ന് അറിയാനോ എക്സ്പീരിയൻസ് ചെയ്യാനോ ഒക്കെ DKH കിയയിൽ വന്നാൽ മതി. കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് പുതിയൊരു അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ കിയ നടത്തിയിട്ടുള്ള നമ്മുടെ സെൽറ്റോസിന് നടത്തിയ അപ്ഡേറ്റിനെ കുറിച്ചൊക്കെ പറയാനുള്ളത് താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക. സെൽറ്റോസ് ഉപയോഗിക്കുന്ന ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്ത് അറിയിക്കണം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കാണുന്നതിന് ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം. ബൈ ബൈ.